രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. സ്തോത്രം. ഇവിടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസം എന്ന വിഷയമാണ്. വിശ്വാസത്തിൻ്റെ ഒരു പരിശോധനയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഒരു പരിശോധനയിൽ നാം അനേക വിഷയങ്ങൾ ഇവിടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. കർത്താവും ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായിരിക്കുന്ന യാക്കോബ് എഴുതിയിരിക്കുന്ന ലേഖനമാണ് ഇവിടെ നാം ചിന്തിക്കാൻ പോകുന്നത്. ആ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ 1-2 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. എന്നാൽ ഒന്നിനു കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പോസ്തലൻ എഴുതുമ്പോൾ വിശ്വാസത്തിന്റെ ഒരു സ്ഥിരത ഉണ്ടാകണം. ഞാനത് കഴിഞ്ഞ ദിവസം പറയുവാനിടയായ വിശ്വാസത്തിന്റെ സ്ഥിരതയെക്കുറിച്ച്. വിശ്വാസത്തിന്റെ സ്ഥിരത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകണം എന്നാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഞാൻ വായിക്കുന്നു. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് ഉലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും പ്രാപിക്കും അല്ലെങ്കിൽ ലഭിക്കും എന്ന് നിരൂപിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അവിശ്വാസത്തോടുള്ള പ്രാർത്ഥനയെ കർത്താവിൻ്റെ ദാസനായ യാക്കോബ് പറയാന്ന്, അത് കടൽ തിരയ്ക്ക് സമനാണ്. അത് വന്നു കയറുകയും വന്നു പോവുകയും ചെയ്യുന്നു. അത് ഒന്നും ലഭിക്കത്തില്ല എന്നാണ് ദൈവദാസൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവപ്രവർത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണമല്ലെന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം പകരണം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന തുറയിലേക്ക് ദൈവം എന്നെ നടത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ട വിധം എങ്ങനെയാണ്? വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. സ്തോത്രം. അതിനെക്കുറിച്ചാണ് നാം ഇവിടെ ചിന്തിക്കുവാൻ പോകുന്നത്. അതെങ്ങനെയാണ്? പ്രവൃത്തിയാൽ ഉള്ള വിശ്വാസം. ദൈവസന്നിധിയിൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്, അഥവാ അതിനകത്തിൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. സ്തോത്രം. പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാരം എന്താണ്? ജീവനില്ലാത്തതാണ്. നാം പ്രാർത്ഥിക്കുന്നു, പക്ഷെ എന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും. ദൈവം പറഞ്ഞ പ്രവൃത്തി അഥവാ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നാം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, സാക്ഷിയായിരിപ്പീൻ എന്ന് കർത്താവ് പറയുമ്പോൾ നാം ആരോടും സാക്ഷ്യം പറയാതെ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയിലേക്ക് വരുന്നില്ല. നമ്മുടെ ജോലിയാണ് കർത്താവ് പറഞ്ഞത് ചെയ്യുക എന്നുള്ളത്. സ്തോത്രം. അവൻ്റെ വ്യവസ്ഥയാണ്, അവൻ്റെ കമാൻഡ്മെൻ്റ് ആണ് പ്രവർത്തിക്കുക എന്നുള്ളത്. സ്തോത്രം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 18-ാമത്തെ വാക്യം വീണ്ടും നമുക്ക് നോക്കാം എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന്. നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികൾ ഉണ്ട് എന്നും പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നു, കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പ്രബോധിപ്പിക്കുകയാണ്, നിനക്ക് വിശ്വാസമുണ്ടോ? എന്നാൽ പ്രവൃത്തികളാൽ കാണിച്ചു തരിക. സ്തോത്രം. വലിയൊരു ചലഞ്ചാണ് അപ്പോസ്തലൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ ചലഞ്ചിൽ അത് ഏറ്റെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? ദൈവത്തിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ കെട്ടുപടിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും ആ പ്രവൃത്തി നാം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, ദൈവമുണ്ടെന്നും അവൻ ഏകനാണെന്നും, മാത്രമല്ല അവന്റെ സന്നിധിയിൽ വിറയ്ക്കുകയും ചെയ്യുന്നു.
പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ 20-ാമത്തെ വാക്യം, വ്യർത്ഥമനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? വീണ്ടും ചലഞ്ച് ചെയ്യുകയാണ്. ഒരു ചലഞ്ചായിട്ടാണ് നമ്മളോട് പറയുന്നത്. മനുഷ്യ, വ്യർത്ഥ മനുഷ്യ എന്നാണ് വിളിക്കുന്നത്. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. യേശു കർത്താവെന്നും രക്ഷിതാവെന്നും നീ വിശ്വസിക്കുന്നു. സ്നാനപ്പെടാൻ പോലും നിനക്ക് മനസ്സില്ല. കർത്താവിന്റെ കൽപ്പന, കർത്താവിന്റെ നിയോഗം, കർത്താവിന്റെ ആലോചന ഇത് പ്രവർത്തിക്കാൻ പോലും മനസ്സില്ലാത്ത നീ എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ സാധിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അവന്റെ അടക്ക പുനരുത്ഥാനത്തെയും ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നതുമായ അതിൽ നിനക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. പിന്നെ നീ പറയുകയാണ് എനിക്ക് വിശ്വാസമുണ്ട്. സ്തോത്രം. അവരോടും ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത് എന്താണ്? നീ ദൈവമേകനെന്ന് നീ വിശ്വസിക്കുന്നു. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. വിശ്വസിക്കുക മാത്രമല്ല, അവന്റെ സന്നിധിയിൽ വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് അപ്പോസ്തലനായ യാക്കോബ് നമ്മളോട് പറയുകയാണ്, നമ്മളെ ചലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം എടുത്തിരിക്കുന്ന മറ്റാരെയുമല്ല, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണം, അഥവാ അബ്രഹാമിന്റെ വിശ്വാസമുള്ളവരാണ് അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് ഗലാത്യ ലേഖനത്തിൽ വ്യക്തവും സ്പഷ്ടവുമായി എഴുതിയിരിക്കുമ്പോൾ, ദൈവജനമേ, അബ്രഹാം പ്രവൃത്തിയോടുകൂടിയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചതെന്നും ദൈവത്തിൽ നിന്ന് നീതീകരണം പ്രാപിച്ചതെന്നും അപ്പോസ്തലനായ യാക്കോബ് നമ്മളോട് പറയുമ്പോൾ നാമും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും എന്റെ പ്രവർത്തികളിൽ വിശ്വസിപ്പി. ഇവിടെ വായിക്കുന്നത്, നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവന്റെ പ്രവൃത്തിയോടുകൂടി വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്യുകയാണ്, അബ്രഹാമേ, നീ നിന്റെ ഏകജാതനായ നിന്റെ മകൻ ഇസഹാക്കിനെ തന്നെ, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ തന്നെ എനിക്ക് ഹോമയാഗം അർപ്പിക്കുവാൻ പറയുമ്പോൾ യാതൊരു മടിയും കൂടാതെ അബ്രഹാം തന്റെ മകനുമായി, സ്തോത്രം, അതിരാവിലെ എഴുന്നേറ്റ് മോറിയയിലേക്ക് നടക്കുന്ന ഒരു കാഴ്ച കാണുവാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് എന്ന് അവിടെ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. സ്തോത്രം. നാം സ്നേഹിക്കുന്ന വസ്തുവകളെ, നാം ഒരിക്കലും നാം സ്നേഹിക്കുന്നതും നാം ഒരുപാട് പൊക്കിക്കൊണ്ട് നടക്കുന്നതുമായ വിഷയത്തെ ദൈവം ചോദിച്ചാൽ നീ കൊടുക്കുവാൻ തയ്യാറാണോ? സ്തോത്രം. കൊടുക്കുവാൻ തയ്യാറാണോ? സ്തോത്രം. ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുവന്നിട്ടുള്ളത്, എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ കണ്ടുവന്നിട്ടുള്ളത്, മനുഷ്യർ ദശാംശം പോലും ദൈവത്തിന് കൊടുക്കുവാൻ മടിക്കുന്ന ജനത്തെയാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ദശാംശമല്ല ചോദിക്കുന്നത്. ആകെ ഒരു പുത്രനാണ്. 100-ാമത്തെ വയസ്സിൽ 75 വർഷത്തിന് 75-ാമത്തെ വയസ്സിൽ വിളിച്ചു വേർതിരിച്ചു വാഗ്ദത്തം കൊടുത്ത അദ്ദേഹത്തിന് 100-ാമത്തെ വയസ്സിൽ 90-ാമത്തെ വയസ്സിൽ തന്റെ ഭാര്യയായ സാറായിക്ക് 90-ാമത്തെ വയസ്സിൽ ജനിച്ച സന്തതിയെ സ്തോത്രം ഹോമയാഗം കഴിക്കുവാൻ പറയുമ്പോൾ ആ അബ്രഹാമിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ വേദന നമുക്ക്
നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? നാം കൊടുക്കത്തില്ല. എന്നാൽ അബ്രഹാം വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം, ചാമ്പലിൽ നിന്ന് പോലും എൻ്റെ മകനെ ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനെന്ന് അബ്രഹാം വിശ്വസിച്ചത് കൊണ്ടാണ് അവനെ നീതീകരിച്ചത്. എന്നെയും നിങ്ങളെയും നീതീകരിച്ച ദൈവം, പാപത്തിൽ നിന്ന് വിടുവിച്ച ദൈവം, അവൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒന്നുണ്ട്, പ്രവൃത്തിയാൽ ഉള്ള വിശ്വാസം. അബ്രഹാം വിശ്വസിച്ചു, അവന് നീതിയായി കണക്കിട്ടു. എന്നാൽ അത് നിവർത്തിയായത് 22-ാമത്തെ അധ്യായത്തിലാണെന്ന് യാക്കോബ് അപ്പോസ്തലൻ നമ്മളോട് ആഹ്വാനം ചെയ്യാണ്, നമ്മളോട് ചലഞ്ച് ചെയ്യുകയാണ്. നാം വിശ്വസിച്ചു, ഏറ്റെടുത്തു, രക്ഷിക്കപ്പെട്ട സമയത്ത്. എന്നാൽ ഇന്ന് എന്റെയും നിങ്ങളുടെയും പ്രവൃത്തി എവിടെ? എല്ലാ വർഷത്തിന്റെയും ആരംഭത്തിൽ സാക്ഷ്യം പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഞാൻ അടുത്ത വർഷം, ഈ നാളുകളിൽ എനിക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല, അടുത്ത വർഷം ഞാൻ എന്തെങ്കിലും ചെയ്യും, ഈ വർഷം ഞാൻ പുതിയതായി ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞ് ഇരിക്കുകയും ചെയ്യും. എന്നാൽ പ്രവൃത്തി എവിടെ? ദൈവം നമ്മളോട് ഇന്ന് ചലഞ്ച് ചെയ്യുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ പ്രവൃത്തി എവിടെ? എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ, മുന്നോട്ട് കടന്നു വരുവാൻ നമുക്ക് സാധിക്കുമോ? എങ്കിൽ ദൈവം നമ്മുടെ പ്രവൃത്തിയെ നോക്കിയിട്ട് പറയും, നമ്മുടെ വിശ്വാസം പൂർണ്ണമായുള്ളതായി ദൈവം അതിനെ നീതീകരിച്ച് അത് നിവർത്തിയായി എന്ന് പറയുവാൻ ഇടയായി തീരും. നല്ലൊരു ക്വാളിഫിക്കേഷൻ, നല്ലൊരു സർട്ടിഫിക്കറ്റ് അബ്രഹാമിന് ലഭിച്ചു. നമുക്കോ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കണം. നമുക്ക് ദൈവം തരുവാൻ ആഗ്രഹിക്കുന്ന നന്മ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് താഴത്തെ വാക്യം, അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തിയാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അതുകൊണ്ടും രാഹാബ്, അടുത്തത് രാഹാബിന്റെ കാര്യം. വിശ്വാസം പഠിപ്പിക്കുമ്പോൾ രാഹാബിനെ പറ്റി പഠിപ്പിക്കുവാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സഹോദരിയാണ്. ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ട് തോന്നുവാനിടയായിട്ടുണ്ട് പലപ്പോഴും. പ്രൈസ് ദി ലോർഡ്. ശൗൽ എഴുതുമ്പോൾ രാഹാബ് കൂടെ വരുവാൻ ഇടയായി തീർന്നത് എന്താണെന്നറിയാമോ? പ്രവൃത്തിയാലാണെന്ന് നാം മനസ്സിലാക്കണം. സ്തോത്രം. യോശുവയുടെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 8-ാമത്തെ അധ്യായത്തിൽ വളരെ സ്പഷ്ടമായിട്ട് അവിടെ ഈ രാഹാബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ, ആ സ്ത്രീ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പോയി ഒളിപ്പിച്ചു. അവർ എൻ്റെ അടുക്കൽ വന്നിരുന്നു, എങ്കിലും എവിടുത്തുകാരെന്ന് ഞാൻ അറിയുന്നില്ല. ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി. പിന്നെ അതിന് 9 മുതലുള്ള വാക്യങ്ങൾ, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കും, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ കരയിൽ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ ഓഗ് എന്നീ 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. എന്നിട്ട് 11-ാമത്തെ വാക്യത്തിന് ഒടുവിലത്തെ ഭാഗത്ത് വായിക്കുന്നു, ഇത് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ നിറയുകയാണ്. ദൈവജനമേ, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ഒരു ജാതീയ സ്ത്രീയാണ്. പ്രൈസ് ദി ലോർഡ്. ആ സഹോദരി പറയുന്നത് കേട്ടോ, ഞങ്ങൾ കേട്ടു, അത് ഭയപ്പെട്ടു പോയി. എന്നാൽ ഈ കേട്ടിട്ടും പ്രവൃത്തി കണ്ടിട്ടും അനുഭവിച്ചിട്ടും മിസ്രയീമിൽ നിന്ന് കടന്നു വന്ന ജനത്തിന് കനാനിൽ കിടക്കുവാൻ കഴിയാതെ വണ്ണം പട്ടുപോയത് എന്തുകൊണ്ടാണെന്നറിയാമോ? വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവർ പ്രവൃത്തി കനാൻ ദേശം പിടിച്ചെടുക്കുവാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ആ ദേശം നല്ലതാണ്, അത് നമുക്ക് പറ്റിയതല്ല, നാം ഇവിടെ കിടന്ന് മരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ദൈവത്തിനും അഹരോനും മോശയ്ക്കും വിരോധമായി പിറുപിറുക്കുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് സ്തോത്രം സംഖ്യാപുസ്തകത്തിൽ നാം വായിക്കുന്നത്, അവരെല്ലാവരും അവിടെ പട്ടുപോയി എന്ന്. 40 ദിവസം ഉറ്റുനോക്കി, 40 ദിവസത്തിനൊത്തവണ്ണം, ഓരോ ദിവസം ഒരു വർഷത്തിനൊത്തവണ്ണം 40 വർഷം അവർ മരുഭൂമിയിൽ സഞ്ചരിച്ച് ആ ജനം മുഴുവനും പട്ടുപോയി, 2 പേരൊഴികെ. എന്തുകൊണ്ട്? പ്രവൃത്തിയില്ലായിരുന്നു.
പ്രവൃത്തി കർത്താവ് പറഞ്ഞു പോയി പിടിച്ചടക്കുവാൻ. അവർ പിടിച്ചടക്കില്ല. എന്നാൽ യെരിഹോവിന്റെ ഉള്ളിൽ പാർത്തിരുന്ന വേശ്യയായിരുന്ന ആ സഹോദരിക്ക് മനസ്സിലായി, നീല സ്വർഗത്തിൽ